നിങ്ങളുടെ ഫോൺ സ്ക്രീനിൽ 3 വിരലുകൾ പ്രസ് ചെയ്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? അപ്പം നിങ്ങൾക്ക് പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്ന പുതിയ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഓണായി കിടക്കുന്നത് കാണാം. ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുണ്ട്. ഇത് സാധാരണ സ്ക്രീൻഷോട്ട് എടുക്കുന്നത് പോലെയല്ല ഇതിൻ്റെ ഓപ്ഷൻ. ജസ്റ്റ് 3 വിരൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഓണാകും. എന്നിട്ട് നിങ്ങൾക്ക് ഏത് ഭാഗമാണ് സ്ക്രീൻഷോട്ടിൽ വേണ്ടത് അത് മാത്രം നിങ്ങൾക്ക് ക്രോപ്പ് ചെയ്തെടുക്കാം. ഇനി അതിലെന്തെങ്കിലും ഫോൺ നമ്പറോ അല്ലെങ്കിൽ പേരോ വിവരങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് ബ്ലർ ചെയ്യണമെങ്കിൽ ആ ഭാഗം മാത്രം ബ്ലർ ചെയ്യാൻ പറ്റും. ഇനി സ്ക്രീൻഷോട്ടിൽ എന്തെങ്കിലും മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാം, എന്തെങ്കിലും ടെക്സ്റ്റ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഇനി സ്ക്രീൻഷോട്ടിലെ എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ഇങ്ങനെ നിരവധി അനവധി ഓപ്ഷൻ ജസ്റ്റ് നിങ്ങളുടെ കൈയുടെ 3 വിരലിൽ സ്ക്രീനിൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് ഉപകാരപ്രദമായ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഫോണിൽ എവിടെയാണ്, ഇത് ഏതൊക്കെ ഫോണുകളിൽ ലഭിക്കും, ഇത് എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇതിന് കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ പറഞ്ഞു തരാം. പാഷ്വൽ സ്ക്രീൻഷോട്ട് പ്രധാനമായി ഓപ്പോ, വിവോ, വൺപ്ലസ്, റിയൽമി, റെഡ്മി, പോക്കോ, ഐക്യു പോലെയുള്ള ബ്രാൻഡുകളിലാണ് വരുന്നത്. സാംസങ്, മോട്ടറോള, ഐഫോൺ ഒക്കെ ആണെങ്കിൽ ഈ ഒരു ഓപ്ഷൻ ഉണ്ടാകുന്നതല്ല. നിങ്ങളുടെ ഫോണിൽ ജസ്റ്റ് നിങ്ങളുടെ കൈയുടെ 3 വിരൽ തന്നെ അമർത്തിപ്പിടിക്കണം. 3 വിരൽ പ്രസ് ചെയ്ത് പിടിച്ചാൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഓണായി ലഭിക്കുന്നതാണ്. ഇനി 3 വിരൽ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് നിങ്ങൾക്ക് ഓണാകുന്നില്ലെങ്കിൽ സെറ്റിങ്സിൽ ഇത് ഓഫായിരിക്കും. അത് ഓൺ ചെയ്താൽ മതി. അപ്പോൾ 2 ഫോണുകളിൽ ഇത് എങ്ങനെയാണ് ഓൺ ചെയ്യുന്നത് എന്ന് കൂടി ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. ആദ്യം ഇതിൻ്റെ ഉപയോഗം കാണിച്ചു തരാം. അതിനുശേഷം ഇത് ഓൺ ആവാത്തവർക്ക് എങ്ങനെയാണ് ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ ജസ്റ്റ് നമ്മുടെ ഫോൺ സ്ക്രീനിൽ 3 വിരലുകൾ ഇതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചാൽ തന്നെ പാഷ്വൽ സ്ക്രീൻഷോട്ട് ഓൺ ആകുന്നതാണ്. ഇനി നമുക്കിത് പലതരത്തിൽ ക്രോപ്പ് ചെയ്യേണ്ട ഓപ്ഷൻ ഇതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ എൻ്റെ ഇതിൽ തന്നെ നിങ്ങൾക്ക് കാണാം 3 തരത്തിൽ ക്രോപ്പ് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. നിങ്ങളുടെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് പല തരത്തിലായിരിക്കും ഇതിൻ്റെ ഓപ്ഷൻ ഉണ്ടാകുക. നമുക്ക് ഏത് തരത്തിൽ വേണമെങ്കിലും ഇതിലൂടെ ക്രോപ്പ് ചെയ്തെടുക്കാവുന്നതാണ്. അതുപോലെ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തതിൽ എന്തെങ്കിലും മറച്ച് വെക്കണമെങ്കിൽ ബ്ലർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിൽ 3 തരത്തിൽ ബ്ലർ ചെയ്യേണ്ട ഓപ്ഷൻ ഉണ്ട്. ഇതുപോലെ നമുക്ക് പേരോ കാര്യങ്ങളോ ഒക്കെ മറക്കണമെങ്കിൽ നമുക്ക് എഡിറ്റ് ഒന്നും ചെയ്യേണ്ട, ഇതിനകത്ത് നിന്ന് തന്നെ നമുക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ മറച്ച് വെക്കാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ടിലെ കാര്യങ്ങൾ മാർക്ക് ചെയ്യാൻ വിവിധ നിറങ്ങളിൽ വിവിധ രൂപത്തിൽ മാർക്ക് ചെയ്തെടുക്കേണ്ട ഓപ്ഷൻ ഉണ്ട്. പെൻസില്, പെന്ന്, അങ്ങനെ പല ഓപ്ഷനും നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം. ആരോ മാർക്ക് കാര്യങ്ങൾ ഒക്കെ ഇതിനകത്തുണ്ട്. അപ്പം നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഇതിനകത്ത് നിന്ന് വേണ്ട കാര്യങ്ങൾ മാർക്ക് ചെയ്തെടുക്കാനും സാധിക്കുന്നതാണ്. ഇനി സ്ക്രീൻഷോട്ട് എടുത്തതിൽ എന്തെങ്കിലും ട്രാൻസ്ലേറ്റ് ചെയ്യണമെങ്കിൽ ചില ഫോണുകളിൽ ട്രാൻസ്ലേറ്റ് ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ എൻ്റെ ഫോണിലുണ്ട്. നിങ്ങൾക്ക് കാണാം ഒറ്റ ക്ലിക്കിൽ ആ സ്ക്രീൻഷോട്ട് ഞാൻ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുമുണ്ട്. ആൻഡ്രോയിഡ് 8 മുകളിലുള്ള ഫോണുകളിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ ലഭിക്കുകയുള്ളൂ. ഇനി നിങ്ങളുടെ ഫോണിൽ ഞാൻ പറഞ്ഞ ബ്രാൻഡായിട്ടും ഈ ഒരു ഓപ്ഷൻ ലഭിക്കുന്നില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് അതിൻ്റെ സെർച്ച് ബാറിൽ പാഷ്വൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനോ അല്ലെങ്കിൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്ന് തന്നെ ചില ഫോണുകളിൽ എഴുതിയിട്ടുണ്ടാവും. ജസ്റ്റ് ആ ഓപ്ഷൻ നിങ്ങൾ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് കാണാം 3 ഫിംഗർ ടച്ച് ആൻഡ് ഹോൾഡ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ തന്നെ ഞാൻ ഓണാക്കി കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ആ ഓപ്ഷൻ ലഭിക്കുന്നത്. ഞാനത് ഓഫാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാം എനിക്ക് ആ ഓപ്ഷൻ വർക്ക് ചെയ്യുന്നില്ല. അത് ഓൺ ചെയ്താൽ മാത്രമാണ് 3 വിരൽ പ്രസ് ചെയ്യുമ്പോൾ പാഷ്വൽ സ്ക്രീൻഷോട്ടിൻ്റെ ഓപ്ഷൻ ഓൺ ആകുന്നത്. ഇനി വേറൊരു ഫോണാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഈ ഒരു ഓപ്ഷനിലും 3 വിരൽ പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ആ ഒരു ഓപ്ഷൻ ഓൺ ആകുന്നുണ്ട്. പക്ഷേ ഓപ്ഷനിൽ ചെറിയ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സെറ്റിങ്സിലും ഞാൻ പാഷ്വൽ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഇതിൽ പാഷ്വൽ സ്ക്രീൻഷോട്ട് എന്ന് തന്നെയാണ് ഓപ്ഷൻ്റെ പേര്. അത് ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ഇതിനകത്ത് ഞാനൊരു ബട്ടൺ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ ഫോൺ മോഡൽ മാറുന്നതിനനുസരിച്ച് ചെറിയ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളുടെ ഫോണിലുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടും. ദയവായി ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ് ടെക്കിൻ്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ ഗുഡ് ബൈ.